ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും അസ്ലിയോമാൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് അൽക്കൂദ് വില്ലേജിലെ അൽക്കൂദ് വാദിയിലാണ്. അപ്പോൾ ഈ വാദിൻ്റെ അരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും നാട്ടിലൊരു വേനൽക്കാലത്ത് ഒരു പുഴയുടെ തീരത്ത് പോയി ഇരിക്കണം അതേ ഒരു ഫീലാണ് കിട്ടുന്നത്. ഔട്ട്ഡോർ കാണുമ്പോൾ വിചാരിക്കാം ലോക്ക്ഡൗണിലൊന്നും അല്ലാന്ന്, പക്ഷെ അങ്ങനെയല്ല. ഇത് അതിൻ്റെ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. അത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി. അപ്പോൾ ഇതിൽ ഞാനൊരു ത്രെഡ് ചിക്കൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ത്രെഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. അത് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി. ഇത് മാരിനേഷന് വേണ്ടിയിട്ടാണ്. മാരിനേഷൻ ഒരു 1/2 അവർ വെച്ചാൽ മതി. അതിനുശേഷം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. അതും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് 3 തരം സോസുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, സോയ സോസ്. ഇത് 3ഉം ഓരോ ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് ചേർക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ടത് ഒരു എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കണം. നമുക്കൊരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മാരിനേഷന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചിക്കനും ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് പാസ്ത കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ സോൾട്ടും കുറച്ച് ഓയിലും ഇട്ടിട്ട് പാസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട്. ത്രെഡ് ചിക്കനിക്കുള്ള ത്രെഡ് ആയിട്ടാണ് പാസ്ത യൂസ് ചെയ്യണത്. ഇനി നിങ്ങളുടെ അടുത്ത് മാഗി നൂഡിൽസ് ഉണ്ടെങ്കിൽ അതായാലും മതി. എൻ്റെ അടുത്തുള്ളത് കുറച്ച് തിക്ക് ടൈപ്പായിട്ടുള്ള പാസ്തയാണ്. കുറച്ചും കൂടി തിന്നാണ് ഏറ്റവും ബെസ്റ്റ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ഒമാനിൽ കുറേ വാദികളുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് അവിടെ പോയി ഇരിക്കാൻ കഴിയില്ല. മഴയുള്ള സീസണിൽ ശരിക്കും മലവെള്ളം ഇറങ്ങിയിട്ട് ഈ ഇത്രയും വലിയ വാദി ഫുള്ള് നിറഞ്ഞു ഒഴുകും. അപ്പോൾ അത്തരം ടൈം ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. പെട്ടെന്നായിരിക്കും മലവെള്ളം വരിക. ആ സമയത്ത് വാദി ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ വാദിയിലൂടെ പോവുകയാണെങ്കിൽ എത്രയോ ആളുകൾക്ക് അങ്ങനെ അപകടം പറ്റിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങളുടെ പെറ്റായ സിംബയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയിരിക്കുന്നത്. അവന് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്. വന്നപ്പോൾ അവനക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ശരിയായി. അവന് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. വാതിയിലുള്ള വെള്ളത്തിലെ മീനൊക്കെ നോക്കി ഇരിക്കുന്നുണ്ട്. അതേപോലെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ സമയം കൊണ്ട് കുക്ക് ചെയ്യാൻ വെച്ച പാസ്ത റെഡി ആയിട്ടുണ്ട്. അത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു, അതിൻ്റെ ടൈമും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ത്രെഡ് ചിക്കനിലേക്കുള്ള ത്രെഡ് റെഡിയായി. അപ്പോൾ അതിലേക്ക് അല്പം
കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, അതുപോലെ ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ കുട്ടികൾക്ക് ഇവിടെ എൻ്റെ മക്കൾക്ക് അതൊന്നും കുറച്ച് സ്പൈസി ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. വെറും കോൺഫ്ലോർ മാത്രമേ ഉള്ളൂ ചേർക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്ന് അല്പം ത്രെഡ്സ് എടുത്തിട്ട് ഒരു സ്ലൈസ് ചിക്കനും എടുക്കുക, അതിൽ ഇത് ചുറ്റി കൊടുക്കുക. ഈ ത്രെഡ്സ് അതിൻ്റെ ഫുള്ള് കവറാവുന്ന പോലെ തന്നെ ചുറ്റിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ഓരോ ചിക്കൻ പീസിലും നമുക്ക് ഈ ത്രെഡ്സ് കൊണ്ട് ചുറ്റിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാൻ ചൂടാക്കി അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കുക. ഓയിൽ ചൂടായാൽ ചുറ്റി വെച്ച ത്രെഡ് ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 2 സൈഡും മറിച്ചിട്ട് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ചുറ്റി വെച്ച ഓരോ ത്രെഡ് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ത്രെഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാസ്ത അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ന്യൂഡിൽസിൻ്റെ പാക്കറ്റിലുള്ള പാസ്ത അതിന് കുറച്ച് അതിൻ്റെ മസാല പൗഡറും കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് അത് ഇതിൽ ചുറ്റിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ റമദാനിൽ ഉണ്ടാക്കാനും അല്ലാതെ ഉണ്ടാക്കാനൊക്കെ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ത്രെഡ് ചിക്കൻ റെഡിയായി, എല്ലാവരും കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ സെർവ് ചെയ്തിരിക്കുന്നത് മയോ കെച്ചപ്പിൻ്റെ കൂടെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.